പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 1000-ഓളം ബസ്സുകളാണിപ്പോൾ G-ഫോം നൽകിയിരിക്കുന്നത്. ഓട്ടം തുടർന്നു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരു ദിവസം ഡീസൽ അടിക്കാനുള്ള പണം പോലും കളക്ഷനായി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 3 പേരാണ് ഒരു സ്വകാര്യ ബസ്സിൽ ജോലിക്കാരായി വരുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള ചിലവ്, ഡീസൽ, CC അങ്ങനെ നിരവധി ചിലവുകളാണ് ഒരു സ്വകാര്യ ബസ് ഉടമയെ സംബന്ധിച്ച് നേരിടേണ്ടി വരുന്നത്. പക്ഷേ അതിൻ്റെ കാൽഭാഗം വരുമാനം പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോഴിതാ ചാലക്കുടി വാൽപ്പാറ സംസ്ഥാന പാതയിൽ 60 വർഷം പിന്നിടുന്ന ഏക സ്വകാര്യ ബസ് സർവീസ് എന്നേക്കുമായി സർവീസ് അവസാനിപ്പിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർവീസ് അവസാനിപ്പിക്കാൻ കാരണമായി പറയുന്നത്. ദൈർഘ്യമുള്ള ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ പകുതിയിലേറെയും കാടാണ്. ഒരു സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വനപാത കൂടിയായിരുന്നു ഇത്. സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളുമായിരുന്നു ബസ്സിലെ സ്ഥിരം യാത്രക്കാർ. തൊഴിൽ ഇടങ്ങളിലേക്ക് പണിയായുധങ്ങളുമായി പോയിരുന്ന നിരവധി യാത്രക്കാർ ഈ റൂട്ടിലൂടെയുള്ള ഏക സർവീസിനെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് തുടക്കമായതോടെ ബസ് ജീവനക്കാർ നേരിട്ടത് വൻ സാമ്പത്തിക തകർച്ചയാണ്. 65 കൊല്ലത്തിലെ സർവീസ് നടത്തുന്ന ബസ് ചീനിക്കാസിൻ്റെ കയ്യിലിട്ട് 6 വർഷത്തിന് മേലെയായി. ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ദിവസവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടേണ്ടിയിരുന്നു. ഇപ്പോൾ പ്രിയദർശിനി വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഡെയിലി 4000-4500 ഓവറാണ്. ഡീസൽ അടിക്കാൻ കാശില്ല, പണിക്കാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. ആ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഇത് അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ വനത്തിക്കോടം മാത്രം, കാട്ടിക്കോടം മാത്രം പോണ വണ്ടിയാണ്. പിന്നെ പത്തടിപ്പാലം മലക്കപ്പാറ ചെന്നാലാണ് 4 ആൾ കയറുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ള യാത്രക്കാർ മാത്രമേ ഞങ്ങളുടെ ആശ്രയം. അവരൊക്കെ ഇപ്പോൾ ട്രാൻസ്പോർട്ടിൽ പോകണ കാരണം നമുക്കൊരു നിവൃത്തിയില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ 2 വണ്ടിനെ ഞങ്ങളുടെ ആശ്രയിച്ച് ഒരു 10 മണിക്കാരോളം ഉണ്ട്. അവരുടെ കുടുംബം പട്ടിണിയാവും. നമുക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. എബി ട്രാവൽസ് ലിമിറ്റഡ് ആണ് 1964-ൽ ഈ റൂട്ടിലൂടെ ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത്. ലാഭകരമല്ലാഞ്ഞിട്ടും പിന്നീടെത്തിയ പലരും ജനങ്ങൾക്കു വേണ്ടി സർവീസ് തുടർന്നു. ഏറ്റവും ഒടുവിൽ ഈ റൂട്ടിലൂടെ സർവീസ് നടത്തിയിരുന്നത് ചീനിക്കാസ് എന്ന ബസ്സായിരുന്നു. കാട്ടുപാതകളിലൂടെ പാലും പഴവും പച്ചക്കറികളും പത്രവുമെല്ലാം പ്രതിഫലം ഈടാക്കാതെ ജനങ്ങൾക്ക് എത്തിച്ചു നൽകിയത് ഈ സർവീസിലൂടെയായിരുന്നു. രാവിലെ 6:45 ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളുമായി തിരിക്കുന്ന ബസ് ആളില്ലാത്ത സ്റ്റോപ്പുകളിൽ പോലും നിർത്തി തോട്ടം തൊഴിലാളികൾക്കുള്ള പത്രവും പച്ചക്കറിക്കെട്ടുകളും എത്തിച്ചിരുന്നു. അങ്ങനെ ജനങ്ങളുടെ എല്ലാമായിരുന്ന സർവീസാണ് എന്നേക്കുമായി അവസാനിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ. തൃശ്ശൂരിൽ നിന്ന് സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഒരുപാട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. പക്ഷേ ഈ ചാലക്കുടി വാൽപ്പാറ സർവീസ് നിർത്തുമ്പോൾ സ്വാഭാവികമായും അത് പലരെ സംബന്ധിച്ചും, കാരണം ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്തൊരു യാത്രാ അനുഭവമാണ്. ഒപ്പം തന്നെ സാരംഗിൻ്റെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ അവിടുത്തെ തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് രാവിലെ പത്രമടക്കം ഈ ബസ്സിൽ കയറ്റിവിടുക, ആളില്ലെങ്കിൽ പോലും അവർ അത് നിർത്തി അതാത് സ്ഥലങ്ങളിൽ അത് ഡ്രോപ്പ് ചെയ്യുക, ഈ മനുഷ്യരെ അവരുടെ പണിയായുധങ്ങളും ഒക്കെ ആയിട്ട് ബസ്സുകളിൽ കയറ്റി ഈ തോട്ടം മേഖലയിലേക്കും തിരിച്ചും കൊണ്ടുവരിക. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു നാടിൻ്റെ ജീവസ്പന്ദനമായിരുന്ന ഒരു ബസ് സർവീസാണിപ്പോൾ നിവൃത്തിയില്ലാതെ നിർത്തേണ്ടി വരുന്നത്. സാരംഗ്. തീർച്ചയായും ഷമ്മി, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു ചാലക്കുടി മലക്കപ്പാറ എന്ന് പറയുന്നത് ഏതാണ്ട് 110ഓളം കിലോമീറ്റർ ദൂരമുള്ള ഒരു വലിയ വനപാതയാണ്. അവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൂടുതലായും താമസിക്കുന്നത്. തൊഴിലാളികളുണ്ട്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ ഏതാണ്ട് 60ഓളം വർഷത്തോളമായി ഈ മനുഷ്യരൊക്കെ തന്നെയും വലിയ രീതിയിൽ ആശ്രയിച്ചിരുന്നത്. അതായത് അവരുടെ സമയക്രമങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് അതിലൂടെ ഓടിയിരുന്ന ബസ്സാണ്, സർവീസ് നടത്തിയിരുന്ന ഒരു ബസ്സായിരുന്നു.
അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടുകൂടി ഈ ബസ് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ യാത്രാ സൗകര്യത്തിന് വലിയ പ്രതീക്ഷയായിരുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ ആണെങ്കിലും അവർ ആ വാഹനത്തിന് മുകളിലും അകത്തൊക്കെ കയറ്റിയാണ് കൊണ്ടുപോയിരുന്നത്. അതിന് മറ്റൊരു തരത്തിലുമുള്ള പ്രതിഫലവും ഈടാക്കിയിരുന്നില്ല. അപ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് ഇറങ്ങേണ്ട തൊഴിലിടങ്ങളിൽ അവർക്ക് ഈ ബസ്സിലൂടെ എത്താമായിരുന്നു. അതോടൊപ്പം തന്നെ തിരിച്ച് പണി കഴിഞ്ഞ് പോകുമ്പോഴും കൃത്യം സമയത്ത് തന്നെ ആ ബസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും അതിലൂടെ നടന്നിരുന്നു. ഈ പച്ചക്കറി സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഈ മാർക്കറ്റിൽ പച്ചക്കറി കൊണ്ടുപോകുന്നത് ഈ ബസ്സിലായിരുന്നു. അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് ഈ ബസ്സിനെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. അതായത് യാത്ര മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഒരു ജീവിതമാർഗമായിട്ട് പലരും ഈ ബസ്സിനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ആ ജീവനക്കാരൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ വലിയ കടമാണ് വരുന്നത്. സർവീസ് പൂർത്തിയായിട്ടും, അതായത് ഒരു ദിവസത്തെ ഓട്ടം കഴിഞ്ഞിട്ടും മിച്ചം ഒന്നുമില്ല, ജീവനക്കാർക്ക് കൊടുക്കാൻ പൈസയില്ല, എണ്ണ അടിക്കാൻ പോലും പൈസയില്ലാത്തൊരു സാഹചര്യം. അത് അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ കഴിഞ്ഞ 60 വർഷത്തോളമായി സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ് എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ്. അതിൻ്റെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനി അതുവഴി ഒരു വിധത്തിലുമുള്ള സ്വകാര്യ ബസ്സുകളുടെ സർവീസ് ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ KSRTC ബസ്സുകളുണ്ട്. പക്ഷേ നിലവിൽ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ചാലക്കുടി വാൽപ്പാറ റൂട്ടിലോടുന്ന KSRTC ബസ് ഇപ്പോൾ തന്നെ ഓവർലോഡായിട്ട് വലിയ അപകടമാണ്. ഈ 13 ഹെയർ പിന്നുകളാണ് ഈ വാൽപ്പാറ ഭാഗത്തുള്ളത്. ഈ പകുതിക്ക് വെച്ച് ബസ് ഡ്രൈവർമാർ ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടാത്ത സാഹചര്യം വരുന്നുണ്ട്. അത് ഈ ബസ്സിലെ ഓവർലോഡ് കാരണമാണ്. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ബസ്സിൻ്റെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ അത് ഒരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും നയിക്കുക. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ബസ് തൊഴിലാളികൾക്ക്, തോട്ടം തൊഴിലാളികൾ, മറ്റ് കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് ഈ ബസ്സിൽ അവരുടെ പണിയായുധങ്ങളുമായിട്ട് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ 60 വർഷമായിട്ട് ചാലക്കുടിയിൽ നിന്ന് രാവിലെ 6:45 ഈ ബസ് യാത്ര ചെയ്തിരുന്നത്. തുടർന്ന് ഉച്ചയോടുകൂടി മലക്കപ്പാറയിലെത്തും. അതിനുശേഷം പിന്നീട് വീണ്ടും തൊഴിലാളികളെയൊക്കെ കയറ്റി വീണ്ടും വൈകിട്ട് 5 മണി 6 മണി സമയത്തോടു കൂടി ഈ ചാലക്കുടിയിലേക്ക് തിരികെ വരുന്ന ഒരു സംവിധാനമായിരുന്നു ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തോടുകൂടി ആ സർവീസ് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയാണ്. ജീവനക്കാർ മാത്രമല്ല, ആ ബസ്സിനെ ആശ്രയിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള നിരവധി തൊഴിലാളികൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്കാണ്. അവർക്കിനി മറ്റ് യാത്രാമാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. കാരണം KSRTC ഈ സൗജന്യ യാത്രയിൽ അവർക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ ബസ്സിൽ ഇപ്പോൾ തന്നെ ആളുകൾ കവിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ്. സാരംഗിലേക്ക് മടങ്ങിയെത്താം. ഈ ബസ്സിൻ്റെ മാനേജറായിട്ടുള്ള ടോജി വർഗീസ് കൂടി ചേരുന്നു. ടോജി, ഈ ചാലക്കുടി വാൽപ്പാറ റൂട്ടിൽ ഏതാണ്ട് 60 വർഷമായി സർവീസ് നടത്തുന്ന ബസ്സാണിപ്പോൾ അതിൻ്റെ സർവീസ് അവസാനിപ്പിക്കേണ്ടി വരുന്നത്. നമ്മൾക്കറിയാം, പ്രിയദർശിനി ബസ് വന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് സ്വകാര്യ ബസ് മേഖല. പക്ഷേ ഈ ബസ് സർവീസ് നിർത്തുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. വനമേഖലയാണെങ്കിലും തോട്ടം മേഖലയാണെങ്കിലും ഒക്കെ അവിടുത്തെ ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യർ അവരുടെ നിത്യജീവിതത്തിന് വല്ലാതെ ആശ്രയിച്ചിരുന്ന ഒരു സർവീസാണ് ഇപ്പോൾ നിർത്തേണ്ടി വരുന്നത്. ശ്രീ ടോജി. തീർച്ചയായും ചാലക്കുടി വാൽപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നമ്മൾ 2 സർവീസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സർവീസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞു. 2020 നമ്മൾ ഈ സർവീസ് ഏറ്റെടുക്കുന്നത്. അന്ന് മുതൽ ലാഭം പ്രതീക്ഷിച്ചല്ല നമ്മൾ ഈ സർവീസ് കൊണ്ട് നടന്നിരുന്നത്. നമുക്കിപ്പോ 38 സർവീസ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാ വണ്ടികളും കൂടെ നമുക്കൊരു ചെറിയ വരുമാനം കിട്ടുമ്പോൾ അതിന് ചെറിയൊരു വരുമാനം ലാഭം നോക്കിയിട്ടല്ല നമ്മൾ ഈ സർവീസ് ഇത്ര നാളെ കൊണ്ട് നടന്നിരുന്നത്. ഇപ്പൊ ഈ പ്രിയദർശിനി സ്കീം വന്ന് പിന്നെ നമുക്ക് എല്ലാ വണ്ടികൾക്കും അതൊരു ബാധിക്കലായി. അപ്പൊ ഈ വണ്ടി ഒരു ബാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് നിർത്താനായിട്ട് ഒരിക്കലും താല്പര്യമില്ല. എന്താ കാരണം വെച്ചാല് നമുക്ക് അത്രയ്ക്കും ലാഭം പ്രതീക്ഷിച്ചിട്ടല്ലെങ്കിലും നമുക്ക് കുറെ ഓർമ്മകളുള്ള വണ്ടിയാണത്. ഈ വണ്ടി നമ്മള് 2017 മുതലാണ് ഇതിന്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. 2017 ഇതിന്റെ മുന്നത്തെ ഓണർമാരിൽ ചെറിയ KSRTC ചെറിയ പ്രശ്നങ്ങൾ വന്ന സമയത്താണ് ഇതിന് സമയമാറ്റങ്ങൾ നടത്തി കൊടുത്തത്.
അത് പിന്നെ ഈ ബസ്സിന്റെ അവസ്ഥ വളരെ മോശമായി പോയി. എന്താ കാര്യം വെച്ചാൽ ഒരു 40 മിനിറ്റ് മുന്നിൽ ഒരു KSRTC വന്നു. അത് 120 പോയിന്റിൽ വരെ ആ KSRTC ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിന്റെ പിറകിലാണ്. അപ്പൊ തീർച്ചയായും ഈ സ്കീം വന്ന പിന്നെ സ്ത്രീ യാത്രക്കാർ മൊത്തം ഇതിന് മാറി. നമ്മുടെ ബസ്സിൽ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ ഫ്രീ ആയിട്ട് സർവീസ് കിട്ടുമ്പോൾ നമ്മുടെ ബസ്സിൽ ആരും അങ്ങനെ പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ ആരും താല്പര്യപ്പെടില്ല. പിന്നെ തിരിച്ച് രാവിലെ മലക്കപ്പാറന്ന് വരുമ്പോൾ സെയിം റൂട്ടിൽ തന്നെ മലക്കപ്പാറയിൽ നിന്ന് 8:10 ഒരു KSRTC ചാലക്കുടിക്ക് വരുന്നു. നമ്മുടെ ഈ ബസ് 8:25 ആകുമ്പോൾ മലക്കപ്പാറ എത്തും. അപ്പൊ 15 മിനിറ്റ് മുന്നിലാണ് നമ്മുടെ ഈ ബസ് സർവീസ് നടത്തുന്നത്. അപ്പൊ അപ്പോഴും വരുമാന നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. ഡീസൽ കാശ് പോലും മുട്ടണില്ല. ഏകദേശം ഡെയിലി നമുക്കൊരു 5000 രൂപയോളം ഒരു ബസ്സിന് എക്സ്പെൻസ് ഓവറാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസരമാണ് സാധനം ഇന്ന് നിർത്തുന്നത്. ടോജി, ആ നാട്ടിലെ മനുഷ്യരുമായിട്ട് ഈ 60 വർഷം എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രവുമല്ല, ഈ ചാലക്കുടി വാൽപ്പാറ അന്തർ സംസ്ഥാന പാതയിലൂടെ സർവീസ് നടത്തുന്ന ഒരു ബസ്, അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഒരു ബസ് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ബസ്സിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും അധികാരികളെ സമീപിക്കുകയോ അവരുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയോ ഈ രീതിയിൽ സർവീസ് നിർത്തേണ്ടെന്ന സാഹചര്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയോ മറ്റോ ചെയ്തിരുന്നോ? നമ്മൾ കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് മുതൽ നമ്മൾ ആന്റണി രാജു സാറ് മന്ത്രി ആയിരുന്നപ്പോഴും ഗണേഷ് കുമാർ സാറ് മന്ത്രി ആയിരുന്നപ്പോഴും ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചാണ്. അപ്പോഴൊന്നും ഒരു കാര്യം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് പ്രിയദർശിനി ബസ് ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അന്നും ഈ KSRTC ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. അത് മാറ്റാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറെ പ്രാവശ്യം മന്ത്രിനെയും എല്ലാവരും കണ്ട് സംസാരിച്ചതാണ്. ഒന്നും നടന്നില്ല. KSRTC അധികൃതരും എല്ലാവരും മന്ത്രിനെ വിളിച്ച് എല്ലാം ചാലക്കുടി MLA സനീഷ് കുമാർ സാർ അടക്കം എല്ലാവരും വിളിച്ച് സംസാരിച്ചതാണ്. അതിലൊന്നും നടപടി ഉണ്ടായില്ല. നമുക്കൊന്നും ഒരു ഇത് കിട്ടിയിരുന്നില്ല. പിന്നെ ഇപ്പൊ ഈ പ്രിയദർശന്റെ കേസ് വന്നപ്പോ പിന്നെ വീണ്ടും നമുക്ക് ഭയങ്കര ഒരു ബാധ്യതയായി പോയി. പിന്നെ ഡീസൽ ഇപ്പൊ കൂടി, വില റേറ്റ് കൂടി. അപ്പോഴും അതിന്റെ ഒരു എഫക്ട് ഇതിലുണ്ടായി. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ പോയി. അതുകൊണ്ട് മാത്രമാണ് ഈ സർവീസ് നമ്മൾ നിർത്തുന്നത്. നിങ്ങളുടെ വേറെയും ബസ് സർവീസുകൾ ഉണ്ടല്ലോ, അതിലിപ്പോ ഈ ഒരു സർവീസ് മാത്രമാണോ ഈ പ്രിയദർശിനി ബാധിച്ചിരിക്കുന്നത്? മറ്റ് സർവീസുകളെ ബാധിച്ചിട്ടില്ലേ? മറ്റു സർവീസിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഇത്രയ്ക്കും വരുമാനക്കുറവ് നമുക്ക് വന്നിട്ടില്ല. ഈ ബസ്സിന് ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് നഷ്ടപ്പെട്ടാണ്. എന്താ കാര്യം വെച്ചാൽ ഇത്ര ലോങ് റൂട്ടിലേ ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ മേലെ മലക്കപ്പാറ റൂട്ട് വരുന്നുണ്ട്. ഒരു ഫയർ സ്റ്റേജ് വരുന്നത് 120 രൂപയാണ് KSRTCയിൽ. അപ്പൊ ഈ 120 രൂപയുടെ നഷ്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര നഷ്ടമല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഇത് പിടിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നത്. അപ്പം ഈ ഒരുപാട് സ്വകാര്യ ബസ്സുകൾ G-ഫോം നൽകുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. ഓരോ റൂട്ടുകളുടെയും പ്രത്യേകതയായിരിക്കാം ഒരുപക്ഷെ അത്. ചില റൂട്ടുകളിൽ തീരെ സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സ്വകാര്യ ബസ്സുകൾ എത്തുന്നു. ഇനി ഓടാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെ സർക്കാരിനെ ഔദ്യോഗികമായി അവർ അറിയിക്കുന്നു. ഈ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം ടോജി കാണുന്നുണ്ടോ ഈ സ്വകാര്യ ബസ് മേഖലയെ രക്ഷിക്കാൻ? ഇതില് ഗവൺമെന്റ് അധികാരികൾ ഇടപെടണം. ഈ വിഷയത്തില് പ്രൈവറ്റ് ബസിന്റെ വിഷയത്തില് ഭരണാധികാരികൾ, സംഘടനക്കാരും എല്ലാവരും നല്ലൊരു തീരുമാനം എടുക്കണം. എന്താ കാര്യം വെച്ചാൽ കുറെ നേതാക്കന്മാരുടെ ബസ്സുകൾക്ക് ഇതിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. പ്രിയദർശിനി ബാധിച്ചിട്ടില്ല. ബാധിക്കുന്ന ഉടമകൾക്ക് മാത്രമാണ് ഇതിന്റെ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ സംഘടനക്കാരും എല്ലാവരും അധികാരികളും എല്ലാവരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് എനിക്ക് പറയാനുള്ളത്. ടോജി, ഇതില് എന്തെങ്കിലും പ്രത്യേകമായൊരു നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പോൾ എന്തായാലും ഈ സൗജന്യ സർവീസ് തുടങ്ങിക്കഴിഞ്ഞു, അപ്പോൾ ഇനിയിപ്പം ഏത് രീതിയിൽ അതിനെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയും? അതിന് പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ ആക്കി തരണം, ടാക്സ് ഒഴിവാക്കി തരണം. പിന്നെ ഡീസൽ സബ്സിഡി കിട്ടണം. നമുക്കൊരു 50% സബ്സിഡി കിട്ടി കഴിഞ്ഞാൽ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ടാക്സ് ഇളവ് കിട്ടണം, ടാക്സ് പൂർണ്ണ ഇളവ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ആലോചിക്കാനുള്ള കാര്യമുള്ളൂ. അങ്ങനെ വല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് നടത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. സർവീസ് നമ്മൾ നടത്തും. ഇതിൽ നല്ല ബസ് ഇട്ട് നമ്മൾ സർവീസ് നടത്താൻ നമ്മൾ തയ്യാറാണ്. അതിന് വേറെ വിഷയങ്ങളില്ല. തീർച്ചയായും നന്ദി ടോജി പ്രതികരിച്ചതിന്. സാരംഗ് തുടരുകയാണ്. സാരംഗ്, തൃശ്ശൂർ ജില്ലയിൽ നിരവധി, തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലടക്കം ഒരുപാട് സർവീസുകൾ നിർത്തേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ ഈ നിർത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പകരം ഈ പ്രിയദർശിനി ബസ്സുകൾ കൊണ്ട് മാത്രം ഈ യാത്രാ പ്രശ്നം അല്ലെങ്കിൽ ഈ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് സാധ്യമാകുമോ?
ഈ പ്രിയദർശിനി ബസ്സുകളിൽ വലിയ ആൾത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തലാക്കി കഴിഞ്ഞാൽ ഈ ആൾക്കാരെ മുഴുവൻ ഉൾക്കൊള്ളാൻ KSRTCക്ക് സാധ്യമാകുമോ? ഒരിക്കലുമില്ല ഷമ്മി. തീർച്ചയായും അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ മലക്കപ്പാറ റൂട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വനിതാ യാത്രക്കാരാണ് ഈ റൂട്ടിലൂടെ, അതായത് പ്രിയദർശിനി സൗജന്യ യാത്രയിലൂടെ പോകുന്നത്. നമുക്കറിയാം KSRTCയിൽ യാത്ര ചെയ്യാവുന്നവരുടെ എണ്ണം പരമാവധി 60-70 ആളുകളാണ് യാത്ര ചെയ്യാവുന്നത്. എന്നാൽ പക്ഷേ ഇപ്പോൾ ഈ ചാലക്കുടി ടു മലക്കപ്പാറ പോകുന്ന റൂട്ടിലൂടെ പോകുന്ന KSRTCയിൽ ഏതാണ്ട് 120ഓളം യാത്രക്കാരുണ്ടാകുന്നത്, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയാണ് പറയുന്നത്. 120ഓളം യാത്രക്കാരുണ്ടാകുന്നു. അതായത് ഹെവി ലോഡും വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വലിയ ഒരു ദുരന്ത പാതയിലൂടെ ഈ KSRTCയുടെ ബസ് പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം വാൽപ്പാറ അപകടം, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടന്ന വാൽപ്പാറ അപകടം അറിയാം. 13 ഹെയർപിൻ വളവുകളിലൂടെയാണ് ഈ KSRTC സൗജന്യ യാത്ര ബസ്, പ്രിയദർശിനി ബസ് പോകുന്നത്. അത് വലിയ അപകടമാണ്. കാരണം ഈ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീകളൊക്കെ തന്നെയും ഈ സൗജന്യ യാത്ര വന്നതോടുകൂടി KSRTCയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. KSRTCയിൽ വലിയ ആളുകളുടെ എണ്ണം കൂടി, അത് വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത്, അത് ഇത്തരം റൂട്ടുകളിൽ. പക്ഷേ ഇതൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള നടപടികളിലൂടെ പരിഹരിച്ചില്ലെങ്കിൽ അതൊരു പിന്നീട് എപ്പോഴെങ്കിലും അതൊരു വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഈ KSRTC ജീവനക്കാർ തന്നെ കൃത്യമായിട്ട് വേണ്ടപ്പെട്ട അധികാരികളോടക്കം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യാത്ര ചെയ്യുന്നത് വലിയ അപകടം പിടിച്ച സാഹചര്യത്തിലൂടെയാണ് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സ്വകാര്യ ബസ് മേഖലയിലെ ജീവനക്കാർ താൽക്കാലികമായെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി സർവീസുകളുടെ എണ്ണം, അതായത് സർവീസുകളുടെ എണ്ണം കുറച്ചു. അതോടൊപ്പം തന്നെ ഈ റൗണ്ട് ചുറ്റുന്നത്, ഇപ്പോൾ ഒരു ദിവസം ഒരു ബസ്സിന് 4-5 റൗണ്ട് ഉണ്ടെങ്കിൽ അത് 2-3 ഒക്കെ കുറച്ചു. അങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ ചെറിയ ഒരു ലാഭമെങ്കിലും കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ അവർ നീക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ ഫലപ്രദമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരും പറയുന്നത്. ഇത് എത്ര നാൾ ഇങ്ങനെ ഈ കുറുക്ക് വഴികളിലൂടെ, അതായത് ഈ സർവീസിൻ്റെ എണ്ണം കുറച്ച് അല്ലെങ്കിൽ റൗണ്ടുകളുടെ എണ്ണം കുറച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവർക്കും പ്രതീക്ഷയില്ല. എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയുന്ന അവർക്കും അറിയില്ല. എന്നാലും പോകുന്നിടത്തോളം കൊണ്ടുപോകട്ടെ. ഇനി ഏറ്റവും ഒടുവിൽ പറ്റിയില്ലെങ്കിൽ ഈ G-ഫോം നൽകിക്കൊണ്ട് ഓട്ടം സർവീസ് പൂർണ്ണമായിട്ടും നിർത്തണം എന്ന് തന്നെയാണ് അവരുടെയും തീരുമാനം. എന്തായാലും പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടുകൂടി കടുത്ത രീതിയിലാണ് സ്വകാര്യ ബസ് മേഖല മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. ഇനി മറ്റ് തൊഴിലുകൾ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് ഈ ബസ് ജീവനക്കാർക്കുള്ളത്. ഷമ്മി, സാരംഗ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ശരണ്യ മനോജ് കുമാർ കൂടി ചേരുകയാണ്. ശ്രീ മനോജ്, സ്വകാര്യ ബസ് മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ ഈ നമ്മൾ വാൽപ്പാറ ചാലക്കുടി ബസ് സർവീസ് ഏതാണ്ട് 10-60 വർഷം പഴക്കമുള്ള ഒരു സർവീസാണ്. അവർ ഇന്നു മുതൽ സർവീസ് അവസാനിപ്പിക്കുന്നു എന്ന് അറിയിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരുപാട് സ്വകാര്യ ബസ്സുകൾ പാലക്കാട്, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിൽ G-ഫോം നൽകി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഈ സൗജന്യ യാത്ര വലിയ തോതിൽ സ്വകാര്യ ബസ് മേഖലയിൽ ബാധിക്കുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകാം, ഈ മേഖലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നിരവധി പേരുടെ ജീവനോപാധിയാണ്, ഒപ്പം തന്നെ യാത്രക്കാരുടെ ഒരു വലിയ ആശ്രയവുമാണ് സ്വകാര്യ ബസ് മേഖല. കേരളത്തിൽ 2000-ലെ കണക്കനുസരിച്ച് ഏതാണ്ട് 34,000 സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ ഓടിയിരുന്നത് ഇന്ന് 11,000 ബസ്സിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകളുടെ ഈ വ്യവസായത്തോടുള്ള നയസമീപനമാണ് ഈ വ്യവസായത്തെ ഇത്രത്തോളം അധപതനത്തിൽ എത്തിച്ചത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഏറ്റവും അവസാനമായി ഈ UDF ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഈ പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത് ഈ വ്യവസായത്തിന്റെ അവസാന താണിയാണ്. ഇനി ഇത് മുമ്പോട്ട് പോകില്ല. ഇതൊരു ഗ്രൈൻഡിങ് ഹാൾട്ടാണ്. ഇത് ഇടിച്ചു നിൽക്കും, അല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വളരെ കുറച്ച് ഓപ്പറേറ്റർമാരെയാണ് ബാധിച്ചതെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ വ്യാപ്തി അത്രയല്ല. ഇതിപ്പോ ഒരു 2 വണ്ടി ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് പരിഗണിക്കാം എങ്കിൽ പോലും ഇതിനേക്കാൾ അപകടമാണ് വയനാട് എന്ന് പറയുന്ന ഒരു ജില്ലയിൽ പൂർണ്ണമായും സ്വകാര്യ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. കാസർഗോഡ് നമ്മൾ വിചാരിക്കും സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറവാണ്. ഞാൻ കാസർഗോഡ് ഒരു മീറ്റിംഗ് ഈ അടുത്ത സമയത്ത് പോയിരുന്നു. അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ 5 ഇന്റർസ്റ്റേറ്റ് സർവീസുകളുണ്ട്. 5 റൂട്ടുണ്ട് ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ നടത്തുന്നത്. ഈ 5 ഇന്റർസ്റ്റേറ്റ് റൂട്ടുകളിലും KSRTC ധാരാളമായിട്ട് ഓടുക. അതിൽ
സ്റ്റേറ്റ് ബോർഡർ വരെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ലോക്കൽ സർവീസുകൾ പ്രൈവറ്റ് ബസ്സുകളാണ്. ആ വണ്ടികൾ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. പാലക്കാട് നിന്ന് പഴനിക്ക് വരെ ഓർഡിനറി ബസ്സുണ്ട്. പാലക്കാട് നിന്ന് കുടുംബശ്രീ അതുപോലുള്ള ആൾക്കാർ പളനിക്ക് ബസ്സിൽ കയറി പോവാണ്. അപ്പൊ KSRTC സംബന്ധിച്ച് KSRTCയും വലിയൊരു പ്രതിസന്ധിയിലേക്കും ഇത് ഗവൺമെന്റിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റൊന്ന്, ഏതൊരു പദ്ധതിയും നടപ്പാക്കുമ്പോൾ അതിനൊരു സ്റ്റഡി, അതെങ്ങനെയാണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുക, ഏത് മേഖലയ്ക്ക്. ഇതിപ്പം ഈ KSRTCയും സ്വകാര്യ ബസ്സുകളും സ്റ്റേജ് കാരിയർ സർവീസും എന്നുള്ള രീതിയിൽ പാരലായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അതിൽ ഒരു കടയിൽ ഫ്രീയും ഒരു കടയിൽ പൈസയും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള ഒരു ബിസിനസ്സിൽ ഒരു കടയിൽ പൈസ കൊടുക്കണം, ഒരിടത്ത് പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിലേക്ക് പോകും. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ₹1 കുറഞ്ഞു കിട്ടിയാൽ അതിലേക്ക് താല്പര്യം കാണിക്കുന്നവരാണ്. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പദ്ധതിയെ 100% സ്വാഗതം ചെയ്യും. അപ്പൊ ഞങ്ങൾ ഇതിന് വെച്ച ഒരു പ്രപ്പോസൽ, ആദ്യം വെച്ച ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളിലും ഈ സീറോ ടിക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുക. എന്നിട്ട് ആ പണം എത്രയാണോ നമുക്ക് വരുന്ന എമൗണ്ട്, ആ എമൗണ്ട് സർക്കാർ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത. എന്താ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സുകളിൽ 70% പ്രൈവറ്റ് ബസ്സുകളാണ്. KSRTC 25% കേരളത്തിലെ യാത്രാക്ലേശം അല്ലെങ്കിൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അപ്പൊ ഇത് വനിതകൾക്കെല്ലാം കിട്ടും. ഇത് നമ്മുടെ കണക്കനുസരിച്ച് 3.5 കോടിയിലധികം ജനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോ 1,60,00,000-ലധികം സ്ത്രീകളുണ്ട്. അതിലേതാണ്ട് 35 ലക്ഷത്തിൽ താഴെയാണ് സ്ത്രീകൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. ആ 35 ലക്ഷത്തിൽ ഇന്നത്തെ കണക്കനുസരിച്ച് KSRTCയിൽ 15 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്യുന്നു എന്നാണ് ലേറ്റസ്റ്റ് കണക്ക് വന്നേക്കുന്നത്. പണ്ട് പ്രിയദർശിനി പദ്ധതി വരുന്നതിന് മുമ്പ് അത് 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ആയിരുന്നു. ഇപ്പൊ അത് 15 ലക്ഷത്തിലേക്ക് മാറി എന്നാണ് കണക്ക്. അങ്ങനെ വരുമ്പോൾ എത്ര % ആൾക്കാർക്കാണ് ഈ പദ്ധതിയുടെ ഗുണം കിട്ടിയേക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ നമ്മൾ ഗവൺമെന്റുമായി പല ഡിസ്കഷൻ വെച്ചു. ഇനി 13-ാം തീയതി വീണ്ടും നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. 13-ാം തീയതി ചർച്ചയിൽ ഞങ്ങൾക്ക് കുറെ പ്രപ്പോസലുകൾ പറയാനുണ്ട്. ഒന്നുകിൽ ഞങ്ങൾക്കൂടെ സീറോ ടിക്കറ്റിംഗ് സംവിധാനത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു റൂട്ടിൽ ഓർഡിനറി സർവീസ്, ചെയിൻ സർവീസ്. ഉദാഹരണത്തിന് പിന്നെ ഷമ്മിക്ക് അറിയാവുന്ന സ്ഥലമാണ് കൊട്ടാരക്കരയുടെ വിവിധ പ്രദേശങ്ങൾ. ഇപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂര് വഴി കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മൊത്തം സ്വകാര്യ ബസ്സുകളായിരുന്നു. ഒരു സമയത്ത് അവിടെ ചെയിൻ സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ചെയിൻ സർവീസിൽ എല്ലാ വണ്ടിയിലും ഫ്രീ കൊടുക്കുകയാണ്. എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? അപ്പൊ നമ്മൾ പറയുന്ന 1-2 വണ്ടിയിൽ പിങ്ക് കളർ അടിച്ച് ആ റൂട്ടിൽ ചെയിൻ സർവീസ് ഓടുന്ന റൂട്ടുകളിൽ 1-2 വണ്ടിയിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുക. അവർക്ക് ആ ടൈം നേരത്തെ പറഞ്ഞാൽ അവരതിൽ യാത്ര ചെയ്യട്ടെ. അതുപോലെ ഓയൂര് കൊട്ടാരക്കര, അത് പാരിപ്പള്ളി കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു ചെയിൻ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയും ഇതേ ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം, കൊട്ടാരക്കരയിൽ നിന്ന് അടൂര് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ, അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് വാളകം വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ, ആയൂര് വരെ പോകുന്ന ടിക്കറ്റുകളെല്ലാം ഓർഡിനറിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്ന് ഓർഡിനറി ബസ്സുകളെല്ലാം നിറഞ്ഞാ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് KSRTCക്കും വലിയൊരു നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ പദ്ധതി കൊണ്ട്. അപ്പോൾ ടോട്ടലി KSRTC 8 കോടി രൂപ 8.5 കോടി രൂപ കളക്ഷൻ ഉണ്ടായിരുന്നത് 5 കോടിയിലേക്ക് കളക്ഷൻ മാറി. 3 കോടിയിലധികം ഇപ്പൊ സർക്കാർ ബാലൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. ഇപ്പൊ നേരത്തെ ഗവൺമെന്റ് പറഞ്ഞത് 2 കോടി രൂപ മാസം ഞങ്ങൾ കൊടുക്കാം എന്നാണ്. ഇപ്പൊ അത് 3 കോടിയിലേക്ക് എത്തുന്നു. എത്ര നാള് മുമ്പോട്ട് പോകാൻ പറ്റും? ഒരു ദിവസത്തെ കണക്കാണ് ഈ 3 കോടി. അപ്പൊ ഒരു മാസം 90 കോടി രൂപ, 100 കോടിയോളം രൂപ സർക്കാരിന്റെ റവന്യൂവിൽ നിന്ന് ടാക്സ് ഇനത്തിലോ മറ്റ് സംവിധാനത്തിലോ സർക്കാരിന് ഖജനാവിലേക്ക് വരുന്ന പണം KSRTCക്ക് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവാം. ഇതൊരു വലിയൊരു അഴിമതി ഇതിൽ നടക്കുന്നുണ്ട്. KSRTCയിലെ പല വണ്ടികളിലും ഒരു 3000-4000 വരെയുള്ള സീറോ ടിക്കറ്റുകൾ കീറിക്കളയുന്നുണ്ട്. കാരണം അവർക്ക് ടിക്കറ്റ് കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ടിക്കറ്റും കൊടുക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൊടുക്കുന്നത് നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ അതുപോലുള്ള തിരക്കാണ്. അപ്പൊ കണ്ടക്ടർമാര് ഫ്രീ ടൈമിൽ ഇത് ഓരോ ടിക്കറ്റ് കീറിക്കളയാണ്. അപ്പൊ ഇതിന്റെ ഒന്നും കണക്കൊരിക്കലും KSRTCക്കോ സർക്കാരിനോ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നടപ്പാക്കിയതിലുള്ള അപാകത, ആ അപാകതയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് വലിയ നല്ല പദ്ധതിയാണ്, സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് നല്ല പദ്ധതിയാണ്. പക്ഷെ ഒന്നുകിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീ യാത്രക്കാർക്കും അതിന്റെ ഗുണം കിട്ടും. ഓർഡിനറി സർവീസിലാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ഓർഡിനറി സർവീസിലും അതിന്റെ ഗുണം കൊടുക്കുക. ഇപ്പോ ബസിന്റെ ഓണർ പറഞ്ഞു, ടാക്സ് കുറച്ച് തന്നാൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യാം. ഗവൺമെന്റ് 50% ടാക്സ് ആണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ കുറച്ചത്. പക്ഷേ അതിന്റെ ബെനിഫിറ്റ് എത്രയാണെന്ന് അറിയാമോ? ഒരു ദിവസം 130 രൂപ മുതൽ 150 രൂപ വരെയാണ് ഈ ടാക്സ് പകുതിയാക്കുമ്പോൾ ഒരു ബസ്സുകാരന് ഒരു ദിവസം കിട്ടുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? ഡീസലിന് 8 രൂപ വില വർധനവ് വന്നപ്പോൾ ഒരു 100 ലിറ്റർ ഡീസൽ ആവുന്ന വണ്ടിക്ക് 800 രൂപ അത് തന്നെയായി. പിന്നെ പ്രിയദർശിനി പദ്ധതി വന്നപ്പോൾ ഇതും കൂടെ ആയപ്പോൾ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റും? ഇത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് 4000 രൂപ 5000 രൂപ നഷ്ടം എന്നാണ്. വയനാടൊക്കെ വണ്ടികൾ മൊത്തം ജീഫോം കൊടുത്തു. ഇപ്പൊ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലൊക്കെ മിക്കവാറും ഉള്ള KP റോഡ്, കായംകുളം പുനലൂർ റോഡിൽ ഏതാണ്ട് 50% വണ്ടികളും ജീഫോം കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് താൽക്കാലികമായി ജീവനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി തൽക്കാലം ഓപ്പറേറ്റ് ചെയ്യണം. ഇത് വലിയ പ്രതിസന്ധി. ഇപ്പൊ ഞാൻ പറഞ്ഞത്, വടക്കോട്ട് നമ്മൾ പറയും മലബാറിൽ ഈ ബസ്സുകൾ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ പലരും, ഞാൻ പോലും ആദ്യം അങ്ങനെയാണ് ധരിച്ചത്. പക്ഷെ മലബാറിന്റെ അവസ്ഥ വ്യത്യസ്തമാണ്.
കാരണം മെയിൻ റോഡുകളിലുള്ള KSRTCയിലേക്ക് ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ചെന്നാൽ മെയിൻ റോഡിൽ എത്താൻ പറ്റുമെങ്കിൽ സ്വകാര്യ ബസ്സുകളിൽ ഈ 10 കിലോമീറ്റർ ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിൽ നിന്ന് കോഴിക്കോടിനോ തൃശ്ശൂരോ പോകേണ്ട ഒരു യാത്രക്കാരൻ ആ ബസ്സിൽ ഡയറക്റ്റ് പോകാതെ മെയിൻ റോഡിൽ വരിക, എത്ര 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഓർഡിനറി ബസ് പ്രൈവറ്റ് ബസ്സുകളിൽ യാത്ര ചെയ്ത് മെയിൻ റോഡിൽ എത്തി KSRTC കയറി പോവാം. അപ്പൊ ഇത് നാളുകൾ കഴിയും തോറും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 100% ഈ പദ്ധതി കൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം മൊത്തത്തിൽ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. പ്രൈവറ്റ് ബസ് മേഖല ഏതാണ്ട് അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ KSRTC കൊണ്ട് മാത്രം ഈ ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുമോ? അതൊരു വലിയ ചോദ്യമല്ലേ. ഇപ്പോൾ മനോജ് പറയുന്നതനുസരിച്ചാണെങ്കിൽ 25-30% KSRTCയുടെ കോൺട്രിബ്യൂഷൻ. ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകൾ വലിയ തോതിൽ സർവീസ് നിർത്തുന്ന സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളും? അവർക്ക് എങ്ങനെ യാത്ര സാധ്യമാകും? അല്ല, ഞാൻ അതാണ് പറഞ്ഞത്, ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ഇന്ന് പാവപ്പെട്ടവനെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ടൗണുകളിലേക്ക് എത്തിക്കുന്നതും ഇപ്പൊ ചെറിയ ജോലിയാണെങ്കിൽ അവരെ ടൗണുകളിലേക്ക് എത്തിക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും സ്വകാര്യ ബസ്സുകളാണ്. ഈ സ്വകാര്യ ബസ്സുകൾ ആ ഭാഗത്ത് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ സ്വകാര്യ ബസ്സുകൾ ഓടാനൊക്കത്തില്ല. കാരണം 1 ലിറ്റർ ഡീസലിന് 104 രൂപ കൊടുക്കണം. അങ്ങനെ ഇത് വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന വിദ്യാർത്ഥികളും സാധാരണക്കാരായ ജനങ്ങൾ, ഇപ്പൊ കാശുള്ളവന് ചിലപ്പോൾ കാർ ഉണ്ടാവാം, അല്ലെ അവന് വേറെ ഓട്ടോറിക്ഷ വിളിച്ചു പോകാനുള്ള ആസ്തി ഉണ്ടാവാം. പക്ഷെ പാവങ്ങളായ ജനവിഭാഗങ്ങൾ ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത പോലുള്ള ഒരു പ്രതിസന്ധി രാജ്യത്തുണ്ടാകും. അതിന് യാതൊരു സംശയവും വേണ്ട. സ്വകാര്യ ബസ്സുകൾ ഏതാണ്ട് പൂർണ്ണമായും നിന്നു പോകും ഈ പദ്ധതി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയാൽ. ഇപ്പൊ തമിഴ്നാട്ടിൽ ഈ പദ്ധതി നടപ്പാക്കി എന്ന് പറയുമ്പോൾ അവിടെ പിങ്ക് ബസ്സിലാണ് ആൾക്കാർക്ക് ഫ്രീ ഉള്ളത്. അതിനൊരു കിലോമീറ്റർ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെ കിലോമീറ്റർ റെസ്ട്രിക്ഷൻ ഇല്ല, അങ്ങനെ ഒരു സംവിധാനമില്ല. ഒരു റൂട്ടിൽ 20 വണ്ടി ഓടുകയാണ് ഓർഡിനറി എങ്കിൽ ആ 20 വണ്ടിയിലും ഫ്രീ കൊടുക്കുക. സ്വാഭാവികമായും സ്ത്രീകൾ മൊത്തം അതിലേക്ക് പോകും. പിന്നെ മാത്രമല്ല, ഇപ്പോ ഭാര്യയും ഭർത്താവും കൂടെ യാത്ര ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് ഫ്രീ കിട്ടുമെങ്കിൽ സ്വാഭാവികമായും ഭർത്താവും ആ വണ്ടിയിലേ കയറുള്ളൂ. അപ്പം സ്വകാര്യ ബസ്സുകളെ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല. സ്വകാര്യ ബസ് എന്ന് പറയുന്ന ഒരു വ്യവസായം, അടുത്ത തലമുറ ഇങ്ങനെ ഒരു വ്യവസായം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പാവപ്പെട്ട സാധാരണക്കാരായ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ വിദൂരമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സർക്കാരുമായി, മുഖ്യമന്ത്രിയുമായോ ഗതാഗത മന്ത്രിയുമായോ മറ്റ് ഉദ്യോഗസ്ഥരുമായോ ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയിരുന്നു? നിങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഈ ടാക്സ് കുറച്ച് തരണം എന്നുള്ളത്. അതിലൊരു കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഇത്രയും ടാക്സ് കുറച്ച് തന്നില്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ വലിയൊരു കാര്യമാണ് ചെയ്തതെങ്കിലും മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത് പോലും അതുകൊണ്ട് നമുക്കൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മളൊരു ദിവസം 130 രൂപയുടെയാണ് വ്യത്യാസം വരുന്നത് പറഞ്ഞു. പുള്ളി തന്നെ അതിശയിച്ചു പോയി. മറ്റൊന്ന്, ട്രാൻസ്പോർട്ട് മന്ത്രി, അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി നിസ്സഹായനാണ്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി എന്ന് പറയുന്ന UDFന്റെ ഒരു സംവിധാനം നടപ്പാക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹവുമായി സംസാരിക്കും. അദ്ദേഹം പരിഹരിക്കാം, എങ്ങനെയും വ്യവസായം കൂടെ കൊണ്ടുപോകണം, ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയൊക്കെയാണ് പോകുന്നത്. മാത്രമല്ല, KSRTCക്ക് ഇതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി വരികയാണ്. KSRTCയുടെ 2000 ബസ്സുകൾ RC ബുക്കില്ലാത്ത വണ്ടികളാണ് കേരളത്തിൽ ഓടുന്നത്. 2000 ബസ്സുകൾ RC ക്യാൻസൽഡ്. പരിവാഹൻ സൈറ്റിൽ ഒരു വണ്ടിയുടെ ഇത് അടിച്ചു നോക്കിയാൽ RC ക്യാൻസൽഡ് എന്ന് കാണിക്കും. ആ വാഹനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ക്രാപ്പ് പോളിസി അനുസരിച്ച് 2000 വണ്ടിയും കൂടെ റോഡിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ KSRTCക്ക് 1000 വണ്ടിയാണ് ഓർഡിനറി ബസ്. ആ 1000 വണ്ടി വെച്ച് ഭാവിയിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾക്ക് പകരം KSRTC കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. ഇത് യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഉണ്ടാവും. ഇന്ന് ഇതിന്റെ ആനുകൂല്യം പറ്റുന്ന ആൾക്കാർ കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇത് വലിയൊരു അപകടത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നന്ന്. ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി യാതൊരു പഠനമോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ ഒരു തീരുമാനം നടപ്പിലാക്കുന്നു, തെരഞ്ഞെടുപ്പിൽ ഒരു വാഗ്ദാനം നൽകുന്നു. അതിൽ മനോജ്, ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. KSRTCയിൽ പൂർണ്ണ സൗജന്യ യാത്ര എന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇതിപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി ബസ്സുകളുണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള ബസ്സുകൾ ഇനിയും കിടക്കുകയാണ്. AC ബസ്സുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ബസ്സുകൾ ഇനിയും കിടക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതേ, ഷമ്മി ഒരു കാര്യം മനസ്സിലാക്കണം. ഷമ്മി KSRTCയുടെ ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഡീലക്സിലും എല്ലാം ഫ്രീ കൊടുക്കട്ടെ. പക്ഷെ ഇത് ആരുടെ പണമാണെന്ന് നമ്മൾ ആലോചിക്കണം. KSRTCയെ സംബന്ധിച്ച് നിലവിൽ 125 കോടി രൂപ വെച്ചൊരു മാസം സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുക. 125-150 കോടി രൂപ വാഹനം എടുക്കുന്നതിനല്ല,
ശമ്പളവും പെൻഷനും മാത്രം കൊടുക്കുന്നതിന് വേണ്ടി 150 കോടി രൂപ വരെ ഒരു മാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ്, ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. അതിപ്പോ കഴിഞ്ഞ ഗവൺമെന്റും അത്രയും കൊടുത്തുകൊണ്ടിരുന്നു. ബഹുമാന അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി പരസ്യമായി പറഞ്ഞു, ഒരു ദിവസം 5 കോടി രൂപ വെച്ച് ഞാൻ KSRTCക്ക് കൊടുക്കുന്നു എന്ന് പറയും. അപ്പോ 3000 ബസ്സുകളാണ് KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കണക്ക് കൂടി ഞാൻ പറയാം. 3000 ബസ്സുകളാണ് KSRTC പിന്നെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓർഡിനറി സർവീസ്. ഫാസ്റ്റും സൂപ്പർഫാസ്റ്റും അവിടെ നിൽക്കട്ടെ, അത് ലാഭകരമായ സർവീസാണ്. ഈ 3000 ബസ്സുകൾക്ക് സർക്കാർ കൊടുക്കുന്ന 125 കോടിയുടെ കണക്കെടുത്താൽ ഏതാണ്ട് 14,000 രൂപ ഒരു വണ്ടിക്ക് ഒരു ദിവസം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഈ 14,000 രൂപയ്ക്കൊപ്പം ഈ വാഹനം ഓപ്പറേറ്റ് ചെയ്യുന്ന 10,000, 12,000, 15,000 എത്രയാവട്ടെ, വാട്ട് എവർ എത്രയായാലും ആ കളക്ഷനും കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു ഓർഡിനറി ബസ്സിന് 30,000 രൂപ ആവറേജ് സർക്കാരിന്റെയും ജനങ്ങളുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോലും ഈ സർവീസ് ലാഭകരമാക്കി കൊണ്ടുപോകാൻ സർക്കാരിന് പറ്റുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, 1 കിലോമീറ്ററിന് 55 രൂപ റേറ്റ് വെച്ച് ഞങ്ങളുടെ വണ്ടികൾ കൊടുക്കാം. തൊഴിലാളികൾ ആരും ഞങ്ങളുടെ തൊഴിലാളികളെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാം. കണ്ടക്ടർ എന്ന് പറയുന്നത് ഞങ്ങളുടെ കണ്ടക്ടർ ആണെങ്കിൽ ഇപ്പൊ KSRTCയിൽ കൊണ്ടുവന്നിട്ടുള്ള ചലോ മെഷീൻ പോലുള്ള സംവിധാനം, അത് ഓൺലൈൻ സംവിധാനമുള്ള മെഷീനാണ്. പുറത്തു വരുന്ന കളക്ഷൻ ഈ സ്ത്രീകളുടെ സൗജന്യം കഴിഞ്ഞ് എത്ര കൂടുതൽ ക്യാഷ് വരുന്നോ ആ ക്യാഷ് ഞങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കാം, ഞങ്ങൾക്ക് സർക്കാർ കോമ്പൻസേറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സംവിധാനം. 55 രൂപ 1 കിലോമീറ്ററിന് 55 രൂപ. ഒരു ടാക്സി കാർ ഓടണമെങ്കിൽ ഇന്ന് കിലോമീറ്ററിന് 30 രൂപ 32 രൂപ കൊടുക്കണം. അപ്പോഴാണ് ഞങ്ങൾ അത്ര ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 55 രൂപയ്ക്ക്. കാരണം ഈ വ്യവസായം നിലനിർത്താൻ വേണ്ടി അവസാന ശ്രമം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ ഒരു ഉപാധി വെച്ചത്. 1 കിലോമീറ്ററിന് 55 രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി. പിന്നെ ഹൈ റേഞ്ച് അതുപോലുള്ള ചില പ്രത്യേക ഇപ്പൊ ഇവരുടെ വാൽപ്പാറ റൂട്ട് പോലുള്ള റൂട്ടുകളിലൊന്നും 55 രൂപയ്ക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള റൂട്ടുകൾ ഒരു സ്പെഷ്യൽ റേറ്റ് കൊടുത്തുകൊണ്ട്, ബാക്കി ഹൈ റേഞ്ചിലൊക്കെ റേറ്റ് കൂടുതൽ കിട്ടിയാലേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ ചെലവുകളും കൂടുതലാണ്. ഇപ്പൊ ലെവൽ റോഡിൽ ഓടുന്ന സാധാരണ ഓർഡിനറി ബസ്സുകൾക്ക് 55 രൂപ തന്നാൽ മതി എന്ന് ഞങ്ങൾ ഗവൺമെന്റിൽ റിക്വസ്റ്റ് വെച്ചു. അത് എന്തിനു വേണ്ടി? സാധാരണക്കാർ ആലോചിക്കണം. ബസ്സുകാർ വലിയ കൊള്ളക്കാരാണ്, ഓരോ വർഷം ഒരു പുതിയ ബസ് എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 52 രൂപയാവും. ഒരു ദിവസം ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കിലോമീറ്ററിന് 52 രൂപ വെച്ച് ഞങ്ങൾക്ക് ആവും, ഇപ്പോഴത്തെ ഡീസൽ വില വെച്ച്. പക്ഷെ എന്നിട്ട് പോലും 1 കിലോമീറ്ററിന് 3 രൂപ വെച്ച് മതി. ഒരു വണ്ടി 300 കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിക്ക് 1000-ൽ താഴെയാണ് ഞങ്ങൾക്ക് വരുമാനം ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ട് പോലും അതിനും സർക്കാർ തയ്യാറാവുന്നില്ല. അത് നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി പ്രതിസന്ധി തീരും. KSRTC അനാവശ്യമായി ഈ പുതിയ വണ്ടികൾ എടുക്കണ്ട, ഈ വണ്ടികൾ വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ലോങ് റൂട്ടുകളിൽ മാത്രം വണ്ടികൾ എടുത്ത് നല്ല ഫെസിലിറ്റി കൊടുത്താൽ മതി. ഇപ്പൊ ഈ 2000 വണ്ടി ഇപ്പൊ KSRTCയുടെ സ്ക്രാപ്പിലേക്ക് പോയാലും KSRTCക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 13-ാം തീയതി ഞങ്ങൾ അത് വീണ്ടും സംസാരിക്കുന്നുണ്ട്. 13-ാം തീയതി 10:30 മണിക്ക് വീണ്ടും മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. മനോജ്, ഈ സർവീസ് നിർത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഇനി എന്ത് ചെയ്യും? അത് മാത്രവുമല്ല, ആ ബസ്സുകളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും? അവർക്ക് എന്താണ് ഇനി മുന്നിലുള്ള മാർഗം? ഇതൊരു പ്രതീക്ഷയുടെ ഭാഗമാണ്. ഇപ്പോ ഈ ബസ് G-Form കൊടുക്കുന്നു എന്ന് പറയുന്നത്, അതിന്റെ ഓണർ സംസാരിച്ച ഒരു വാക്ക് ഞാൻ കേട്ടു. നമ്മളിപ്പോ G-Form കൊടുക്കുകയാണ് എന്ന് പറയുന്നത്. ഈ G-Form കൊടുക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നം തീരും. അങ്ങനെ പ്രതീക്ഷിച്ച് പോയവരാണ് ഈ 34,000-ൽ നിന്ന് 11,000-ലേക്ക് കുറഞ്ഞത്. ഈ 34,000 വണ്ടി ഞാൻ ഏതാണ്ട് 35 വണ്ടികൾ കയറ്റിയിട്ടേക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു പെർമിറ്റ് പ്രശ്നം വന്ന് 140 കിലോമീറ്ററിന് മുകളിലുള്ള ഒരു പെർമിറ്റിന്റെ വിഷയം കൊണ്ട് 35 ബസ്സുകളാണ് ഞാൻ കയറ്റിയിട്ടേക്കുന്നത്. അതെനിക്ക് പെർമിറ്റ് ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പൊ കോടതി ഓർഡർ വന്ന് പെർമിറ്റുകൾ ആവുകയാണ്. പക്ഷെ ഇപ്പൊ ഈ പെർമിറ്റുകൾ എടുത്ത് ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവിടെ ഈ KSRTC ഓടുന്ന റൂട്ടുകളാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതുപോലൊരു പ്രതിസന്ധി കൊറോണ കാലത്തിന് ശേഷം വന്ന് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞത്. ഇപ്പൊ G-Form കൊടുക്കുന്ന ബസ് കയറ്റിയിടും. ഇപ്പൊ ഈ വണ്ടിക്ക് വാലിഡ് പെർമിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്ന ഈ വണ്ടി 7 വർഷമോ 8 വർഷമോ കണ്ടാണ് ഒരു ഇന്റർസ്റ്റേറ്റ് പെർമിറ്റിന് ഓടാനുള്ള കാലാവധി. ആ കാലാവധി വരെ ഈ വണ്ടി G-Formൽ കിടക്കും. എന്ന് വെച്ചാൽ ഓടുന്നില്ല എന്നുണ്ടെങ്കിൽ G-Formൽ കിടക്കും. അത് കഴിഞ്ഞ് ഇത് പൊളിക്കാൻ കൊടുക്കും, നശിച്ചു പോകും. ഇതാണ് ഇതിന്റെ അവസ്ഥ. കേരളത്തിലെ ബസ്സുകാരുടെ മൊത്തം അവസ്ഥ ഇതാണ്. നമ്മൾ ഇന്നാവും നാളെയാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഒരു G-Form കൊടുത്ത്, അത് മാത്രമല്ല G-Form കൊടുക്കണമെങ്കിൽ 400 രൂപ ഫീസ് അടയ്ക്കണം. ഒരു ഗതികേട് നോക്കുക. ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ, അവന് സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വയ്യാത്തവൻ അതിന് 400 രൂപ ഫീസ് അടച്ച് വേണം G-Form കൊടുക്കാൻ. അതാണ് നമ്മുടെ നിയമം. അപ്പൊ അങ്ങനെ G-Form കൊടുത്ത് കയറ്റിയിട്ടാലും ഇത് നന്നാവും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. ഗവൺമെന്റ് അടിയന്തരമായി ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ 90% ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നു പോകും. നന്ദി ശ്രീ മനോജ് പ്രതികരിച്ചതിന്.